ജലമാണ് ജീവൻ ക്യാമ്പയിന് തുടക്കമായി. SYS കായംകുളം സോണിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിന്റെ കായംകുളം സോൺ തല ഉദ്ഘാടനം നടത്തി. SYS കായംകുളം സോണിന്റെ ആഭിമുഖ്യത്തിലാണ് ജലമാണ് ജീവൻ ക്യാമ്പയിന് തുടക്കമായത്. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ അംഗങ്ങളുടെയും വീടുകളിൽ പക്ഷികൾക്കായി തണ്ണീർക്കുടം സ്ഥാപിക്കും. വഴിയാത്രക്കാർക്ക് വേണ്ടി യൂണിറ്റ് കേന്ദ്രങ്ങളിൽ തണ്ണീർപന്തൽ ഒരുക്കി കുടിവെള്ളം വിതരണം ചെയ്യും. സർക്കിൾ കേന്ദ്രങ്ങളിൽ ജലലഭ്യതയെക്കുറിച്ചും കുടിവെള്ളം പാഴാക്കാതിരിക്കാൻ ആവശ്യമായ ബോധവൽക്കരണവും സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ കായംകുളം സോൺ തല ഉദ്ഘാടനം നടത്തി. കായംകുളം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് കേശുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. SYS സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. അനസ് അജുവ, അനീസ് അബ്ദുൽ ലത്തീഫ്, സോൺ ഭാരവാഹികളായ നിസാമുദ്ദീൻ സഖാഫി, നുജുമുദ്ദീൻ സഖാഫി, നുജുമുദ്ദീൻ അംജദി, സക്കീർ ഹുസൈൻ, കേരള മുസ്ലിം ജമാഅത്ത് നേതാവ് ഷംസുദ്ദീൻ സാഹിബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SYS കായംകുളം സോണിന്റെ നേതൃത്വത്തിൽ ഈ കൊടും വേനലിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കായംകുളം സോണിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ മുതൽ കരിയിലക്കുളങ്ങര വരെയും അതുപോലെ തന്നെ കണ്ടല്ലൂർ മുതൽ ഭരണിക്കാവ് പഞ്ചായത്ത് വരെയുമുള്ള 30 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മാർച്ച് മാസം 31 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഒരു മാസക്കാലം വലിയ ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കായംകുളം നഗരസഭ അങ്കണത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഈ വരുന്ന 30 ദിവസക്കാലം ഈ കൊടും വേനലിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, സ്കൂളുകളുടെ പരിസരങ്ങളിൽ, എന്തിനേറെ പറയുന്നു പോളിംഗ് ബൂത്തുകളിൽ പോലും ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി തണ്ണീർ പന്തൽ ഒരുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.